ചരിത്രപരമായ പ്രാധാന്യവും മാപ്പിള പൈതൃകവും ഒത്തുചേരുന്ന മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മണ്ഡലത്തിലെ വികസന പദ്ധതികളുടെ നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ പ്രധാന വാണിജ്യ സാംസ്കാരിക കേന്ദ്രമായ മഞ്ചേരി വികസന പദ്ധതികളിലും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. ആരോഗ്യ മേഖലയിലെയും ജലവിഭവ മേഖലയിലെയും വൻകിട പദ്ധതികളാണ് മണ്ഡലത്തിലെ ഹൈലൈറ്റ്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 98.90 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. പുതിയ അക്കാദമിക് ബ്ലോക്കുകളുടെ നിർമ്മാണം, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജമാക്കൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ ആരോഗ്യരംഗത്ത് മഞ്ചേരി മലപ്പുറം ജില്ലയുടെ മെഡിക്കൽ ഹബ്ബായി മാറിക്കഴിഞ്ഞു. മഞ്ചേരി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ നാനാവിധമായ വികസനങ്ങൾക്ക് വേണ്ടി, കെട്ടിട നിർമ്മാണത്തിനും മറ്റും വേണ്ടി 140 കോടി രൂപയുടെ പ്രവൃത്തി ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കേരളത്തിൻ്റെ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തും ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടൊക്കെ നിരവധി തവണ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മന്ത്രി വളരെ അനുഭാവപൂർണമായ പരിഗണനയാണ് ഈ കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ളത്. മഞ്ചേരി നഗരസഭയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വിഭാവനം ചെയ്ത കുടിവെള്ള പദ്ധതിക്കായി 72.58 കോടി രൂപയാണ് അനുവദിച്ചത്. പയ്യനാട്, തടപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്നതിനായി നിലവിലുള്ള പദ്ധതിയുടെ നവീകരണവും പുതിയ വിതരണ ശൃംഖലകളും ഇതിൽ ഉൾപ്പെടുന്നു. മഞ്ചേരി ടൗണിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും സമീപ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുമായി റോഡ് വികസനത്തിന് മുൻഗണന നൽകുന്നു. മഞ്ചേരി ഒലിപ്പുഴ റോഡ് 16.2 കിലോമീറ്റർ നീളത്തിൽ BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി 85.61 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മഞ്ചേരി ടൗണിലെ തിരക്കൊഴിവാക്കാനായി നിർമ്മിക്കുന്ന ബൈപ്പാസിന്റെ സ്ഥലമെടുപ്പ് നടപടികൾക്കായി ഫണ്ട് വിനിയോഗിക്കുന്നു. മറ്റൊന്ന് മഞ്ചേരി ഒലിപ്പുഴ റോഡ്, അതിന് 1,35,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്ഥലം കിട്ടണം, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകാം. ഇതാണ് ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലക്ക് എൻ്റെ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. സാധാരണ അത് ഞങ്ങൾക്ക് അനുഭവത്തിന് പറയാൻ സാധിക്കും, ഭരണപക്ഷ MLA-മാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. ഞങ്ങൾക്ക് വളരെ കുറവാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ. എന്നാലും ഈ പ്രവൃത്തികളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. അതിന് ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാനും
ഇതിനു വേണ്ടി തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുത്തുകല്ലിൽ നിന്ന് മംഗലശ്ശേരിക്കുള്ള ബൈപ്പാസ് റോഡിൻ്റെ 3 കോടി രൂപ അതിൻ്റെ റോഡ് ഫോർമേഷൻ്റെ അതിൻ്റെ നടപടി പൂർത്തിയായി ഇപ്പോൾ ടെൻഡർ സ്റ്റേജിലായിരിക്കും. പിന്നെ ധാരാളം റോഡുകൾ, ചെറിയ ചെറിയ റോഡുകൾ MLA ഫണ്ടിൽ നിന്ന് ധാരാളം ഹൈലൈറ്റുകൾ, മിനിമം ഹൈലൈറ്റുകൾ സ്ഥാപിച്ചു. മഞ്ചേരി കോഴിക്കോട് റോഡിന് 80 ലക്ഷം രൂപ നീക്കി വെച്ച് ബ്യൂട്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ മഞ്ചേരിയിലെ പ്രധാന സ്കൂളുകൾക്കും ഹൈടെക് സൗകര്യങ്ങൾക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രധാന വിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിന് 3 കോടി മുതൽ 5 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്ന് മഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി 90 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതിയിലധികം പൂർത്തിയായി. മറ്റൊന്ന് പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി 90 ലക്ഷത്തിൻ്റെ പ്രവൃത്തിയാണ് അത് അനുവദിച്ചിട്ടുള്ളത്. അത് ടെൻഡർ സ്റ്റേജിലാണ്. കായിക മേഖലയിലും മണ്ഡലം നിർണായക ചുവടുവയ്പ് നടത്തിയിട്ടുണ്ട്. മഞ്ചേരി പയ്യനാട് സ്പോർട്സ് കോംപ്ലക്സിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഗാലറി നിർമ്മാണത്തിനുമായി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ MLA ഫണ്ടിൽ നിന്ന് ഏറ്റവും പ്രധാനമായത് മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് 2.25 കോടി രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ച് അവിടെ ഗാലറി നിർമ്മിക്കാൻ തീരുമാനിച്ചു. എല്ലാ നടപടികളും പൂർത്തിയായി, ടെൻഡർ കഴിഞ്ഞു. അടുത്ത ദിവസം അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളിലും വികസനം എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് മഞ്ചേരി മുന്നേറുന്നത്. മാറുന്ന കേരളത്തിനൊപ്പം വികസനത്തിന്റെ പുത്തൻ ആശയങ്ങളാണ് മഞ്ചേരിയെയും വ്യത്യസ്തമാക്കുന്നത്. സമസ്ത മേഖലകളിലും വികസനം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് മഞ്ചേരി മുന്നേറുന്നത്. മാറുന്ന കേരളത്തിനൊപ്പം വികസനത്തിന്റെ പുത്തൻ ആശയങ്ങളാണ് മഞ്ചേരിയെയും വ്യത്യസ്തമാക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ സാംസ്കാരികവും പ്രകൃതി രമണീയവുമായ മണ്ഡലമാണ് ഒറ്റപ്പാലം. വള്ളുവനാടിൻ്റെ ഭാഗമായിരുന്ന ഇവിടം സാംസ്കാരിക പൈതൃകത്താൽ സമ്പന്നമാണ്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഒറ്റപ്പാലം സമ്പന്നമാണ്.
ആരോഗ്യം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് ഒറ്റപ്പാലം വികസനത്തിന് ഊന്നൽ നൽകുന്നത്. കിഫ്ബി പദ്ധതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ നടത്തുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റാണ്. അതിന്റെ പ്രവൃത്തി ഏതാണ്ട് ഒരു 70% പ്രവൃത്തി പൂർത്തീകരിച്ചു. അത് മുന്നോട്ട് പോവുകയാണ്. ബൈപ്പാസിന്റെ ടെൻഡർ അത് ഇന്നലെ ഓപ്പൺ ചെയ്തു. 2 സ്ഥാപനങ്ങൾ അതിൽ ടെൻഡറിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ മറ്റു സാങ്കേതിക നടപടികൾ കൂടി പൂർത്തീകരിച്ചു വരികയാണ്. ഒറ്റപ്പാലം ബൈപ്പാസും ഈ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി പൂർത്തീകരിച്ചതാണ്. ഷൊർണൂർ ഒറ്റപ്പാലം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന അടയ്ക്ക, പുത്തൂർ, കല്ലുവഴി റോഡ് 16.13 കോടി രൂപ ചെലവിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച് ഉദ്ഘാടനവും നടത്തിയതാണ് സുപ്രധാന പദ്ധതി. ശ്രീകൃഷ്ണപുരത്ത് നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് പോകുന്ന ഇടറോഡായ ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ ആദ്യ റീച്ചിന്റെ പണിയും പൂർത്തീകരിച്ചു. മണ്ഡലത്തിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണ റോഡിന്റെ നവീകരണത്തിന് 32 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചു. ഒറ്റപ്പാലം അമ്പലപ്പുഴ മണ്ണാർക്കാട് റോഡ് BM&BC നിലവാരത്തിലുള്ള നവീകരണത്തിന് വലിയൊരു തുക വകയിരുത്തിയിട്ടുണ്ട്. പ്രാദേശിക ഗതാഗതം സുഗമമാക്കുന്നതിനായി വരോട് ചിനക്കത്തൂർ റോഡിന് 12 കോടി രൂപ അനുവദിച്ചതും വികസന വഴിയിലെ നേട്ടങ്ങളിൽ ഒന്നാണ്. കുളപ്പുള്ളി ചെർപ്പളശ്ശേരി റോഡ് കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ നവീകരിക്കുന്നതിനായി ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ പൊതുവിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ മുന്നേറ്റത്തിൽ ഒറ്റപ്പാലം മണ്ഡലത്തിലും നിരവധിയായ പ്രവൃത്തികൾ വിവിധ പദ്ധതികളിലൂടെ ഏറ്റെടുക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. 4 അസംബ്ലി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന മുണ്ടൂർ തൂത റോഡ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 364 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നടന്നത് 2026 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ മാത്രമല്ല, പ്രധാനമായും ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. ആരോഗ്യമേഖലയിലും ചുവടുവയ്പ്പാണ് കെ പ്രേംകുമാർ MLA നടത്തിയിട്ടുള്ളത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 33 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി വഴി അനുവദിച്ചു. പുതിയ മൾട്ടി സ്റ്റോറി ബ്ലോക്ക് ലബോറട്ടറികൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ചെർപ്പളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റി OP ബ്ലോക്ക് 13.5 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണി പൂർത്തീകരിച്ചത്. ഒറ്റപ്പാലം മണ്ഡലം കൂടി ബന്ധിപ്പിക്കുന്ന മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡ് അത് 60 കോടി രൂപ ചെലവിൽ അത് പണി പൂർത്തീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. 2 മണ്ഡലങ്ങളെ ഷൊർണൂരിനെയും ഒറ്റപ്പാലത്തെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡ്. കിഫ്ബി പദ്ധതിയിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അത് നാടിന് സമർപ്പിക്കുകയുണ്ടായി. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡ് ഷൊർണൂർ ഒറ്റപ്പാലം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന 2 മണ്ഡലങ്ങളിലായി കിടക്കുന്ന റോഡാണ്. അതിൻ്റെ പ്രവൃത്തിയും പൂർത്തീകരിച്ചു കഴിഞ്ഞ് നാടിന് സമർപ്പിക്കപ്പെട്ടു. അതിൻ്റെ 2ാമത് റീച്ച് മുറിയങ്കണ്ണി മുതൽ ചെത്തല്ലൂർ പൂവത്താണി വരെയുള്ള റീച്ചിൻ്റെ പണി വേഗതയിൽ നടന്നു വരുന്നു. മാർച്ച് പകുതിയാകുമ്പോഴേക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലാണ് അതിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചു വരുന്നത്.
വിദ്യാഭ്യാസ മേഖലയിലും ഇക്കാലയളവിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. GHSS ഒറ്റപ്പാലം ഈസ്റ്റിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായി നവീകരണത്തിന്റെ ഭാഗമായി സ്കൂളിന് 5 കോടി രൂപ അനുവദിച്ചു. GHSS കടമ്പൂരിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. മുന്നൂർക്കാട് GHSS, കടമ്പഴിപ്പുറം GUPS, മാണിക്യപ്പറമ്പ് GHSS എന്നീ സ്കൂളുകൾക്കും മണ്ഡലത്തിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന് 15 കോടിയിൽ പരം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായി വേറെയും പ്രവർത്തനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ഡലത്തിൽ 3 പൊതുവിദ്യാലയങ്ങൾ, അതിന്റെ ഉദ്ഘാടനം നമുക്ക് ഒറ്റ ദിവസമാണ് ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വന്ന് നിർവഹിച്ചത്. മാണിക്യപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ, കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂൾ, മുന്നർക്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ, ഈ 3 ഇടങ്ങളിലായി 3 കോടി രൂപ, ഓരോ കോടി രൂപ വീതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ അത് പുതിയവ നിർമ്മിച്ച് സമർപ്പിക്കുന്ന ചടങ്ങ് നടത്തിയത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എന്നതുപോലെ പശ്ചാത്തല മേഖലയിലും നല്ല നിലയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി പ്രവൃത്തികൾ നമുക്ക് ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3,84 ലക്ഷം രൂപയുടെ കെട്ടിടം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരാഴ്ചക്കകം അതിന്റെ ഉദ്ഘാടനം നടക്കും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ന് അതിന്റെ സ്വാഗത സംഘം ചേരുകയാണ്. അതുപോലെ തന്നെ 3,90 ലക്ഷം രൂപയ്ക്കാണ് ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജായിട്ടുള്ള ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബ്ലോക്കും നിർമ്മിക്കുന്നതിന് 16 കോടി രൂപയിലധികം അവിടെ ചെലവഴിക്കപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി വന്നാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. കായിക പ്രേമികൾക്കായി അത്യാധുനിക ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 10 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രാദേശിക കായിക രംഗത്തിന് പദ്ധതി ഉണർവേകും. ഒറ്റപ്പാലം സബ് രജിസ്ട്രാർ ഓഫീസ് മന്ദിരത്തിനായി 1.1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയതും വികസന വഴിയിലെ സുപ്രധാന നേട്ടമാണ്. വിദ്യാലയങ്ങൾ പണി പൂർത്തീകരിച്ചതും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതുമായ പാലവും ബൈപ്പാസും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ആശുപത്രി കെട്ടിടങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബി ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു എന്ന് ഈ സന്ദർഭത്തിൽ സവിനയം സൂചിപ്പിക്കുകയാണ്. മറ്റു നിലയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനും ഗ്രാമീണ മേഖലയിൽ സാധ്യമാകുന്നതിനപ്പുറമുള്ള വികസനം അത് സാക്ഷാത്കരിക്കാനും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനവും സന്തോഷവും ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു. സമീപകാലത്തൊന്നും കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. വികസന സങ്കല്പങ്ങളിൽ പുതുചരിത്രം കുറിച്ച് ഒറ്റപ്പാലവും കേരളത്തിനൊപ്പം കുതിപ്പ് തുടരുകയാണ്. സമീപകാലത്തൊന്നും കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. വികസന സങ്കല്പങ്ങളിൽ പുതുചരിത്രം കുറിച്ച് ഒറ്റപ്പാലവും കേരളത്തിനൊപ്പം കുതിപ്പ് തുടരുകയാണ്.